വാട്സപ്പ് ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ മാറ്റമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതുവരെ ആരെങ്കിലും നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ ആവശ്യമായിരുന്നു. പക്ഷേ ഇനി അത് അവസാനിക്കുകയാണ്. എന്നാൽ ഇതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ സമയത്ത് ഈ സെറ്റിംഗ്സ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസർ നെയിം മറ്റൊരാൾ സ്വന്തമാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നത് വരെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഈ പുതിയ ഫീച്ചർ എന്താണ്, ഇത് എങ്ങനെ പ്രവർത്തിക്കും, നിങ്ങളുടെ സ്വകാര്യതയെ ഇത് എങ്ങനെ ബാധിക്കും എന്നതെല്ലാം നമുക്ക് ഇന്ന് നോക്കാം. ഇതുവരെ വാട്സപ്പിൽ ആരെങ്കിലും നിങ്ങളുമായി ബന്ധപ്പെടണമെങ്കിൽ അവർക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ നിർബന്ധമായും അറിയേണ്ടതായിരുന്നു. പുതിയ ആളുകൾ സംസാരിക്കുമ്പോഴും ഏതെങ്കിലും ഗ്രൂപ്പിൽ ചേരുമ്പോഴും ഒരു ബിസിനസ് അക്കൗണ്ടിലേക്ക് മെസ്സേജ് അയക്കുമ്പോഴും എല്ലായിടത്തും നിങ്ങളുടെ നമ്പർ മറ്റുള്ളവർക്ക് കാണാമായിരുന്നു. അതുകൊണ്ട് തന്നെ സ്പാം കോളുകൾ, അനാവശ്യ മെസ്സേജുകൾ, തട്ടിപ്പുകൾ കൂടി വർദ്ധിക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ വാട്സപ്പ് ഒരു പുതിയ സംവിധാനം കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഫോൺ നമ്പറിന് പകരം ഒരു യൂസർ നെയിം ഉപയോഗിക്കാം. ഇൻസ്റ്റാഗ്രാമിലും ടെലിഗ്രാമിലും പോലെ നിങ്ങളുടെ പേരിന് മുന്നിൽ @ ചിഹ്നത്തോടു കൂടിയ ഒരു യൂസർ നെയിം നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് @SWTech എന്ന രീതിയിൽ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ നിങ്ങളുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നിങ്ങളുടെ നമ്പർ കൊടുക്കേണ്ടതില്ല. നിങ്ങളുടെ യൂസർ നെയിം മാത്രം നൽകിയാൽ മതിയാകും. ഇനി ഇത് എവിടെയാണ് കാണുന്നത് നോക്കാം. ആദ്യമായി നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് ആപ്പ് തുറക്കുക. അതിനുശേഷം മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് സെറ്റിംഗ്സ് ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അക്കൗണ്ട് എന്ന ഓപ്ഷൻ കാണാം, നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് യൂസർ നെയിം എന്ന ഒരു പുതിയ ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. ഈ ഓപ്ഷനിലേക്ക് കയറിയാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇഷ്ടമുള്ള യൂസർ നെയിം തിരഞ്ഞെടുക്കാം. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ ആഗ്രഹിക്കുന്ന പേര് ഇതിനോടകം മറ്റൊരാൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ലഭിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള യൂസർ നെയിം വേഗത്തിൽ സെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഉദാഹരണത്തിന് ഞാൻ ഇവിടെ നിന്ന് SWTech എന്ന് യൂസർ നെയിം കൊടുത്ത് സെർച്ച് ചെയ്യുന്നു. പക്ഷേ അത് എനിക്ക് അവിടെ അവൈലബിൾ അല്ല. കാരണം ആ യൂസർ നെയിം ഓൾറെഡി മറ്റൊരാൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനുശേഷം 12 ചേർക്കുന്നു. ഇപ്പോൾ എനിക്ക് ഈ നെയിം അവൈലബിൾ ആയി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യൂസർ നെയിം വെച്ച് എനിക്ക് യൂസ് ചെയ്യാം. ഒരു കാര്യം കൂടി, നിങ്ങളുടെ വാട്സപ്പിൽ ഈ ഓപ്ഷൻ ഇപ്പോഴും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അപ്ഡേറ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ ഓപ്ഷൻ കിട്ടുന്നില്ലെങ്കിൽ ഈ ഫീച്ചർ ഘട്ടം ഘട്ടമായാണ് പുറത്തിറങ്ങുന്നത്. അതിനാൽ നിങ്ങളുടെ പ്രദേശത്തേക്ക് ഇതെത്താൻ കുറച്ച് ദിവസങ്ങൾ കൂടി എടുക്കാം. ഇനി പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എൻ്റെ യൂസർ നെയിം എല്ലാവർക്കും തിരഞ്ഞു കണ്ടെത്താൻ കഴിയുമോ എന്ന്. ഇപ്പോഴുള്ള വിവരങ്ങൾ അനുസരിച്ച് ഇത് പൊതുവായ ഒരു ഡയറക്ടറി പോലെ ആയിരിക്കില്ല. അതായത് നിങ്ങളുടെ യൂസർ നെയിം കൃത്യമായി അറിയുന്ന ആളുകൾക്ക് മാത്രമേ നിങ്ങളെ കണ്ടെത്താൻ കഴിയൂ. ഇത് സ്വകാര്യതയുടെ കാര്യത്തിൽ വലിയൊരു മാറ്റമാണ്. കാരണം ഇതുവരെ ഫോൺ നമ്പർ പലരുടെയും കൈകളിൽ എത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇനി മുതൽ നിങ്ങളുടെ നമ്പർ എല്ലാവർക്കും കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് സംസാരിക്കുവാൻ വേണ്ടി സാധിക്കും. നിങ്ങളുടെ വാട്സപ്പിൽ ഈ യൂസർ നെയിം ഓപ്ഷൻ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ കമന്റിൽ പറയൂ. കൂടാതെ ഈ ഫീച്ചർ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ പഴയ രീതി തന്നെയാണോ നല്ലത് എന്ന് നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തൂ. ഇത്തരത്തിലുള്ള പുതിയ വാട്സപ്പ് ഫീച്ചറുകളും ആൻഡ്രോയിഡ് ട്രിക്കുകളും ഫോണിൽ ഒളിഞ്ഞിരിക്കുന്ന ഉപയോഗപ്രദമായ സെറ്റിംഗ്സുകളും അറിയാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.